സമ്മാനം നേടുന്ന സൂപ്പർ സ്റ്റാർ വിജയിയെ കാത്തിരിക്കുന്നത് ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. അടുത്തതായി ഫിലിമി കവിതാ റൗണ്ടിൽ പാടാൻ വരുന്നു ശ്രീഹരി. പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി, തപ്തനഗരം സാക്ഷി, അശ്രുസാഗരം സാക്ഷി. പറയാം ദുഃഖം നിറഞ്ഞൊഴുകും സീതായനം, പറയാം മുടങ്ങിയ പുത്രകാമേഷ്ടി സത്യം. ശത്രുവാൽ വലം കണ്ണും മിത്രത്താലിടം കണ്ണും ചൂഴ്ന്നു പോയൊരൻ ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ, ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ. എങ്ങാനും ഒരു കുഞ്ഞിൻ പാദനിസ്വനം കേട്ടാ താലോലിച്ചണയ്ക്കുവാൻ നിന്നെ ഞാൻ കാതോർക്കയാ. കൈവളക്കിലുക്കത്തിൽ ഉൾക്കണ്ണു നിന്നെ കണ്ടു, ചേരിലെ ചെന്താമര പൂമൊട്ടിൽ നിന്നെ തൊട്ടു. അക്ഷരം എൻ വീണവിതും മുമ്പു നിന്മോനം ആർദ്രസ്വരം. ശത്രുവാണച്ഛൻ പക്ഷേ നിന്നെ ഈ ഹൃദയത്തിൽ താലോലിച്ചുറക്കാതെ ഉറങ്ങിയിലൊരു രാവും. ദുഷ്ടനാണച്ഛൻ പക്ഷേ നിൻമുഖശ്രീയിൽ മുങ്ങി മിഴികൾ തുളുമ്പാതെ ഉണർന്നില്ലൊരു നാളും. നിനക്കു നൽകാം കുഞ്ഞ് വിശുദ്ധ ദിഗംബരം, നെറ്റിയിൽ തൊടാം രക്തസിന്ധൂരം.
അച്ഛൻ്റെ ശിഷ്ടായുസും നിനക്കായി വർഷിക്കാം ഞാൻ. നൽകുകൻ മകളെ നിന്റെ യാതനാ വിഷപാത്രം, പോവുകൻ കുഞ്ഞെ എന്നെ ഇവിടെ ത്യജിക്കുക. പാതേയം ഭരിച്ചോരായി മണ്ണിതിൽ വർഷിക്കുക. ദണ്ഡസാക്ഷിയാം കണ്ണീർ കടലിൽ കുളിക്കുക. പാപിയാണച്ഛൻ പക്ഷി പിൻവിളി വിളിക്കില്ല. കാണുവാൻ വയ്യൻ മുത്തേ നിന്റെ ഈ ദുഃഖജ്വാല, നിന്റെ ഈ ദുഃഖജ്വാല. ശ്രീഹരി, എന്തോ ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ചിന്തിച്ച് വേറെ എങ്ങോട്ടൊക്കെ പോയല്ലേ നീ? എങ്ങടക്ക് എത്ര നേരം ഉണ്ടായിരുന്നു? ഇത് 5.5 മിനിറ്റ് ആണ്. ആ, ഇത് എത്ര മിനിറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. എത്ര മിനിറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. അറിയില്ല. ഞാൻ പാടി ഒരു 6 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഏതാണ്ടെന്ന്. ഏതാണ്ട് ഓക്കെ, എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ഹരിച്ചേട്ടാ, ആധികാരികമായ പാട്ടായതുകൊണ്ടായിരിക്കാം എന്റെ അടുത്തോട്ട് വന്നതല്ലേ. അതെ, ഉവ്വ്. നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇത് ആരാ മ്യൂസിക്? മ്യൂസിക് രവി ബോംബെ രവി സാർ. രവി ബോംബെ. ബോംബെ രവി സാർ. ഓക്കെ. പിന്നെ ലിറിക്സ് കൈതപ്പുറം സാർ. ആ, കൈതപ്പുറം ദാമോദരൻ നമ്പൂരി സാർ. ആ, പാടിയത് പാടിയത് കെ ജയിച്ചതാ സാർ. ആ, ഓക്കെ. ഏത് പടത്തിലേത്? പാധേയം. ഓക്കെ. ഏത് വർഷം? 1970. എനിക്ക് അറിയാടാ നീ അവിടെ പോകുന്നു, ഞാൻ അത് ചോദിച്ചു. ഓക്കെ മോൻ, ഇത് ഏതൊക്കെ രാഗത്തിലായിരുന്നു ഇത്? ഹിന്ദോളുണ്ട്. ആദ്യം ഏതാ തുടങ്ങിയത് മോൻ? അങ്ങനെ ചോദിച്ചാ ആ, അങ്ങനെ വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചോദിക്കരുത്. ഓക്കെ. ആദ്യം ഏതാ? പ്രപഞ്ചം, അത് ശുഭബന്ധുരാളിയിലായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദോളത്തേക്ക് പോയത്. അല്ലല്ല, പിന്നെ ഒരു നല്ല പ്ലസന്റിലോട്ടല്ലേ പോയത്? എനിക്ക് ഹിന്ദോളം മാത്രമേ അറിയുള്ളൂ. നോട്ട് ദ പോയിന്റ് സർ. ഓക്കെ, എനിവേ ഇതിൽ കുറെ മോനെ ഞാൻ വരയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ സ്ലിപ്സിലാണ് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം അശ്രുസാഗരം സാക്ഷി, അശ്രുസാഗരം സാഗരം. ആ നോട്ട്സ് അവിടെ പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ സീതായനം, സീതായനം. അവിടെ പഞ്ചമൊക്കെ നല്ല ചേരണം. സീതാ പഠിക്കേ. സീതായനം സീതായനം. പിന്നെ ചൂഴ്ന്നു പോലെ പോയൊരൻ ദുഃഖം. ചൂഴ്ന്നു പോയൊരൻ. അതൊക്കെ മോനെ നീ ഈ ശുഭമന്ദിരാൾ ഈ രാഗത്തിന്റെ ഒരു പ്രശ്നം വെച്ചാ ഇതെല്ലാം നോട്ട്സ് അടുത്തടുത്താ. എല്ലാം അടുത്തായതുകൊണ്ട് പിച്ച് ഔട്ട് ആവാൻ ഭയങ്കര ചാൻസാ. മനസ്സിലായില്ല, നമ്മൾ ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. ഈ ചൂഴ്ന്നു ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഇവിടെ ത്യജിക്കുക, നെക്സ്റ്റ് ചാൻസ് അല്ല. പോവുകൻ കുഞ്ഞെ എന്നെ ഇവിടെ ത്യജിക്കുക.
പിന്നെ പാഥേയം. പാതേയം ദരേരെ പാഥേയം തരേരെ. പാതേ പാതേയം മദനി സാ. പാതേ പാധേ പാതേയം ആ. വലിച്ചോറായി പാപിയാണച്ഛൻ പക്ഷേ പാപിയാണ് അതാ എത്തണം. ദരനാനെ. പാപിയാണച്ഛൻ ആ. പക്ഷി. ആ നോട്ട് എത്തിയതില്ല. നേരത്തെ ഒരു ധായിലോട്ട് എത്തിയതില്ല, പാ എത്തുകയും ചെയ്തു. പാ ഇല്ലല്ലോ ഇതില്, ആ വിഷയമില്ല. അങ്ങനെ മോനെ മൊത്തത്തില് മോളെ. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പിച്ച് ഔട്ട്സ്. പക്ഷെ അത് ഈ രാഗങ്ങൾക്ക് ഭയങ്കര, ഇത് ഒരു രാഗ ബേസ്ഡ് പ്രോപ്പർ അങ്ങനത്തെ പരിപാടിയാ ഈ കവിത മൊത്തം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ശുഭവന്തരാളി, പിന്നെ മോഹനം, പിന്നെ ഹിന്ദോളം. അപ്പൊ ഇത് അങ്ങനെ പോണം, അപ്പോഴേ ആ ഫീല് കിട്ടുള്ളൂ നമുക്ക് കേൾക്കുന്നവർക്ക്. ഇപ്പൊ അവർക്കറിയില്ലല്ലോ ശുഭവന്തരാളിയില്ല മോൻ പാടുന്നത്, പക്ഷെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ശ്രുതിയിൽ ദാസാർ എങ്ങനെയാണോ പാടിയത് ആ ഒരു ഫീലിൽ പാടാൻ ശ്രമിക്കുക കേട്ടോ. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നന്നായിട്ട് തന്നെ പാടി. പിച്ചിങ് ഇനി നമ്മൾ അതിലാണൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. നല്ല എന്താ പറയുക, നല്ലൊരു സുഖമുള്ള ഒരു കവിത മോൻ എടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് മോൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു ഇതൊക്കെ രാഗത്തിൽ ചെയ്തേക്കുന്നതല്ലേ, അപ്പം അത് തന്നെ പാടണ്ടേ നീ പാടുമ്പോഴും. അതും ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ഈ അക്ഷരസ്ഫുടത. അപ്പം അത് മോനെ, അത് എനിക്ക് തോന്നിയത് നന്നായിട്ട് തന്നെ പാടി. പക്ഷെ അത് മോൻ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി അല്ലാത്ത പോലെ തോന്നി. ഇപ്പോൾ രാഗങ്ങൾ, ഇപ്പോൾ ശുഭമന്തുവരാളി എന്ന് പറഞ്ഞെടുക്കുമ്പോൾ അത് എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ല, രാമകഥാഗാനലയം ഒക്കെ ഉണ്ട്. അപ്പം അത് ആ രാഗമായിട്ടൊരു ഫ്രണ്ട്ലി ആവണം മോനെ. കാര്യം രണ്ട് ക്രോമാറ്റിക് ഇല്ലേ, മൂന്ന് സ്വരങ്ങൾ വെച്ചിട്ട് ഇല്ലേ? ഏതാ? ഫസ്റ്റ് ശുദ്ധ. എടേ അതല്ലടാ, ഈ ശുഭമന്തുവരാളിയിൽ ഒരു 3 നോട്ട് വെച്ച് ക്രോമാറ്റിക് ഉണ്ട്, അടുത്തടുത്ത നോട്ട്. അത് ഏതൊക്കെയാണ്? അത് ഞാൻ നേരത്തെ പാടി കേൾപ്പിക്കും. തായ്മായും അല്ലേ? അത് തൊട്ടടുത്തല്ലോ. ഇപ്പൊ പഞ്ചമം ഇല്ല എന്റെ ഇടയിൽ. പായുമായും അല്ലേ? മാ പാധ അല്ലേ? നീ സരി 2-3 അടുത്തടുത്തടുത്ത നോട്ട്സ് ആണ്. അപ്പം മോൻ പാടുമ്പോഴല്ലേ ഇത് നോക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊരു ഗാന്ധാരവും നീയോ ഉള്ളു അപ്പുറം ഇപ്പുറവും കിടക്കുന്നത്. അപ്പം അത് ഇപ്പോഴും നമ്മൾ എന്ത് ഓസിലേറ്റ് ചെയ്താലും അതിൽ തന്നെ പാടണം കൃത്യമായിട്ട് കേട്ടോ. ഇപ്പൊ അത് പാടിച്ചല്ലേ അശ്രു, അത് മോൻ പാടി. അതൊക്കെ അത് ഈ രാഗവുമായിട്ട് മോൻ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് ഇല്ലെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് വരുവടാ. നമ്മളത് അത് നമ്മൾ അപ്പം എന്ത് പാടിയാലും അതിനകത്ത് നിൽക്കും മോനെ. ഈ നിലാവത്തെ കോഴി അഴിച്ചു വിട്ട ഒരവസ്ഥ വരത്തില്ല പാടുമ്പോൾ, അന്തം വിട്ട് പാടേണ്ടി വരത്തില്ല. അത് നീ ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് കേട്ടോ മക്കളെ. പിന്നെ പാറു, സീതായനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മക്കൾക്ക് അറിയാമോ? സീതായനം ഇപ്പൊ രാമായണം എന്ന് പറയുന്നത് സീതന്റെ കഥ. കഥയൊന്നും അങ്ങനെ സ്ട്രെയിറ്റ് അല്ല, സീതയുടെ സഞ്ചാരം. അതാണ് അതൊരു കൃത്യമായിട്ടുള്ള അർത്ഥം. പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾ പാടുമ്പോൾ അത് ചില പുതിയ വാക്കുകൾ കാണുമ്പോൾ അത് നമ്മൾ പഠിക്കുക. പുത്രന്റെ അയലത്തുകാരൻ. മക്കളെ പുത്രഭാഗ്യം ഉണ്ടാവാൻ, അതാണ് പുത്രകാമേഷ്ടി യാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതിൽ ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ കുറേയും കൂടെ കൃത്യമാവാൻ വേണ്ടിയാ കേട്ടോ. ഈ പുത്രകാമേഷ്ടി ഒന്ന് പാടാമോ? കാമേഷ്ണിയാ? പുത്രകാമേഷ്ടി അതെന്താണ്? സത്യം. അതാണ് ക്രോമാറ്റിക് ഫീൽ ചെയ്യട്ടെ മോനെ. പുത്രകാമേഷ്ടി സത്യം. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി. ഇപ്പൊ ഒരു വിധം രൂപമുണ്ട്, മറ്റേത് കൈവിട്ടു പോയി മോനെ. അതുപോലെ മോനെ പിന്നെ പ്രധാനമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞ ഈ ഋഷഭവും ദൈവതവും കേൾക്കണോടാ. കാര്യം തൊട്ടടുത്തുള്ള നോട്ടാകുന്നുണ്ട്. ഇപ്പൊ തുടക്കം ഏതാ പാടുന്നത്? പ്രപഞ്ചം സാക്ഷി.
സീതായനം അതൊക്കെ ദാ കേട്ടാലല്ല പഞ്ചമത്തിൽ ചേരുമ്പോ ഒരു സുഖമുള്ളൂ. കേട്ടോ? ഓക്കെ. ചൂഴ്ന്ന് അതേതാണ് ലൈൻ? അത് പാടാമോ മോനെ? ചൂഴ്ന്നു പോ അതേതാ അത്? ഏതാണ് നോട്ടിലാ തുടക്കം? ചൂഴ്ന്നു ചൂഴ്ന്നു അതോ ചൂഴ്ന്നു ഏതാണ്? ചൂഴ്ന്നു അതെന്താ ചൂഴ്ന്നു? ചൂഴ്ന്നു ആ നോട്ട് തുടക്കം നമ്മൾ നോക്കേണ്ടത്. മോൻ തെറ്റാ പാടിയേക്കുന്നത്. ആ യൂനിയ ആ അതെ. ദാന ചൂഴ്ന്നു ദാന അത് ഏത് നോട്ടാണ്? ചൂഴ്ന്നു. അയ്യോ ഹരിശങ്കർ സാർ നേരത്തെ പറഞ്ഞില്ലേ? ആ അതാ അതാ ചൂടുന്ന കാര്യം ഞാൻ ചോദിച്ചത്. ദായല്ലേ? ഏതാ? ദായല്ലേ? ആ എന്നാ ദായിന്ന് തുടങ്ങ്. ദായൊക്കെ കറക്റ്റാ. ആ. ചൂഴ്ന്നു. ചൂഴ്ന്നു ആ അത് മോൻ തുടക്കം എപ്പോഴും നോക്കിക്കണം കേട്ടോ. അതാ രാഗത്തിലില്ലാത്ത പോലെ ഇരുന്ന് ഇച്ചിരി ശ്രുതിയുടെ പ്രോബ്ലം വരുമ്പോഴാ മോനെ. പിന്നെ ഇപ്പം ഹരി പാടിച്ചില്ലേ അനുപല്ലവി എന്ന് പറയാൻ പറ്റുന്ന ആ വരി അത് കുറച്ച് ശ്രുതി ചേർന്നില്ല. പിന്നെ ഇപ്പം പാടിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു മോൻ. എടാ ഹരി പാടിച്ച പിന്നെ എനിക്കുള്ള ഒരു സംശയം, ഉൾക്കണ്ണ് നിന്നെ കണ്ടു ഒന്ന് പാടാമോ അത് കഴിഞ്ഞിട്ട്? ചേരിലെ ചെന്താമര ഓക്കെ. ചേറിലെ അറ കേട്ടോ, അത് ചേരിലെ. ആ സൂപ്പർ സൂപ്പർ മോനെ. മോനെ അതുപോലെ എൻ വീണ അത് വിതുമ്പുമ്പോൾ പാടി അത് കൃത്യമാവണം കേട്ടോ. അടുത്ത എൻ മൗനം അതൊന്ന് പാടാമോ? നിൻ മൗനം ആ ആർദ്രസ്വരം. ആ ആർദ്രസ്വരം. ആ ത്രിസ്വരം എന്നാണ് ഞാൻ കേട്ടത്. ആതൃസ്വരം അങ്ങനല്ല, ആർദ്രസ്വരം. കൃത്യം ഇതൊക്കെ ഈ കാര്യം കവിത റൗണ്ട് എന്ന് പറയുമ്പോൾ അക്ഷരസ്ഫുടതയും അതിൻ്റെ വാക്കുകൾ വളരെ എന്താ പറയണ്ട അർത്ഥവത്തായിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യുകയും പാടിയൊക്കെ വേണം മക്കൾ കേട്ടോ. ദുഷ്ടനാട് അത് പാടിച്ചു, അത് ശ്രുതി അത് ചേർന്നിട്ടില്ലായിരുന്നു മോന്. പിന്നെ മോനെ എന്നെ അത് പല്ലവിയല്ലേ? എന്നെ ഇവിടെ ത്യജിക്കുകയാണോ? ആ അത് അതൊന്ന് എന്നെ അതൊന്ന് പാടാമോ മോനെ? അത് ഏതാ രാഗം? ആ പോവുകൻ കുഞ്ഞെ എന്നെ ഇവിടെ ത്യജിക്കുക. ആ എന്നെ ഇവിടെ എന്നുള്ളത് കൃത്യമാവണം മോനെ. എന്നെ ഇവിടെ ആ എന്നെ വിട് എന്നാ കേൾക്കുന്നത് എനിക്ക്. എന്നെ ഇവിടെ എന്നെ ഇവിടെ ത്യജിക്കുക. അപ്പൊ ബാക്കിയൊക്കെ കുഴപ്പമില്ല മക്കളെ. അപ്പൊ ഇത് ഒന്ന് കുറച്ചും കൂടെ സൂക്ഷിച്ചും കണ്ട് പാടുക. കാര്യം പ്രത്യേകിച്ച് വേറെ താളം അങ്ങനൊന്നും ഇല്ല. ഒരു തമ്പരവും ആ രാഗവും മോൻ അങ്ങ് പാടുക. സത്യം പറഞ്ഞാൽ അതൊരു സുഖമാണല്ലേ അങ്ങനെ പാടുന്നത്. അപ്പം അത് കുറേ കൂടെ കൃത്യമാവണം മോനെ കേട്ടോ. പാടിയത് ഇത് ബോറായെന്നല്ല മോനെ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. താങ്ക് യു സർ. അപ്പം മക്കളെ അത്രേ ഉള്ളൂ. അതൊക്കെ ആയാലും ഒരു സന്തോഷം മോനെ ഇതെടുത്തൊന്നും. പ്രത്യേകിച്ച് നമ്മുടെ കൈതപ്പുറം അണ്ണാച്ചിയുടെ വരികൾ മനോഹരം, ബ്യൂട്ടിഫുൾ. അത് നന്നായിട്ട് തന്നെ പാടും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷനിക മകനെ എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. ഇവര് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഞാൻ എനിക്കൊന്ന് എല്ലാവരും കോമൺ ആയിട്ട് തന്നെ അത് അശ്രുസാഗരം, സീതായനം, ചൂഴ്ന്നു. ഞാനത് ആദ്യം എനിക്ക് ഡൗട്ട് അടിച്ചു, ചെറിലെന്നാ നീ എഴുതിയിരിക്കണേ. ചേറിലെ അല്ലേ? ഞാൻ എന്തിട്ട് എഴുതിയിരിക്കണേ? ചെറിലെ. അതെന്താടാ? അതാ രാതിരിച്ചിട്ട പോലെ സെയിം ജീവാക്ഷരം വിതുമ്പുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, എനിക്കത് മനസ്സിലായില്ല എന്താണ്. പിന്നെ അത് തന്നെ ഇതാ ദുഷ്ടനാണ് അച്ഛൻ, സിന്ധൂരം, പിന്നെ എന്നെ ഇവിടെ ത്യജിക്കുക. സെയിം എല്ലാവരും. അല്ല മോനെ നമ്മളൊക്കെ എഴുതുന്ന ഒന്ന് തന്നെ ആയിരിക്കും. കാര്യം വേറെ ഇപ്പൊ ഹരി എഴുതുന്നില്ല എന്നാ എൻ്റെ അടുത്ത ലൈൻ ഞാൻ എഴുതാം, അങ്ങനെ പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാം ഒരേ. പിന്നെ അത് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങ് പോകുന്നതാ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് മെയിനായിട്ട് ശരത്തേട്ടൻ പറഞ്ഞിട്ടേ, നമ്മളിത് കവിത ആണല്ലോ ഇപ്പൊ ഇതിന്. കാരണം സിനിമ പാട്ടിനകത്തുള്ള കവിത അല്ലേ? അപ്പൊ ഇതിനകത്ത് അക്ഷരസ്ഫുടത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആണ് ഇപ്പം ഇവൻ എഴുത്തിൽ പോലും ഈ ചെറിലെ എന്ന് വരാൻ പാടില്ല. അവിടെ കവിത തെറ്റിയില്ലേ, ചേറിലെയാണ്. അപ്പൊ ആ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ വേണം നമുക്ക്. പ്രത്യേകിച്ച് ഈ റൗണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കാം. അക്ഷരസ്ഫുടത, ആ ഒരു അക്ഷരങ്ങളുടെ ക്ലാരിറ്റി, അതിൻ്റെ പ്രൊജക്ഷൻ എല്ലാം കൃത്യമായിട്ട് വരണം. അല്ലെങ്കിൽ ഇത് ഈ റൗണ്ട് വർക്ക് ആവില്ല. മനസ്സിലായില്ലേ? അത്ര പറയുള്ളൂ. ബാക്കി എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ.
നന്നായി കുറേ ഭാഗത്തൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സാർ. ഓക്കെ. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പിച്ച് ഔട്ടുകളാണ് നമ്മുടെ വില്ലനായിട്ട് വന്നത്. പിന്നെ ചിലത് മനസ്സിലായില്ല എന്താ പാടുന്നതെന്നുണ്ട്. ഇപ്പൊ മറ്റേ വിതുമ്പുമ്പോൾ എന്നുള്ള വാക്കുകളൊക്കെ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. മാർക്ക്. ഓക്കെ, ശരത് സാർ, ആ ശ്രീഹരിക്കുട്ടന്റെ മാർക്ക്. ശ്രീഹരിക്കുട്ടന് എന്ത് മാർക്ക് കൊടുക്കാന്? അവൻ അക്ഷരസ്ഫുടതേ ഇല്ല. ഇത്രയോ കവിതയൊക്കെ ഇപ്പം പാടിയതല്ലേ. ആ അയ്യോ അത് ശരിയാ, സോറി പാറു. നിങ്ങളത് മറക്കരുത്. ഇത് ഇങ്ങനെ ഒരാള് നമുക്ക് ആങ്കർ ഇല്ലെങ്കിൽ ഷാനെ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതം ബുദ്ധിമുട്ടും തെളിഞ്ഞു പോയാനെ. നമ്മൾ ബുദ്ധിമുട്ടിയേനെ. ബുദ്ധിമുട്ടിയാണ് നമ്മള് വഴിമുട്ടി നിന്നേനെ അങ്ങട്. പോട്ടെ മോനെ ചക്കരെ ഓ പഞ്ചാരെ, ഓ നിനക്ക് 8.3 മാർക്സ്. താങ്ക് യു സാർ. Thank you, ശരത് സാർ. ഷാനിക്ക, സെയിം 8.3. താങ്ക് യു സാർ. ഹരിച്ചേട്ടാ. So total 16.6. Okay, bye. Ni pa maga sa sa